നോക്കാൻ പോകുന്നത് എന്താണ് ലിവർ സിറോസിസ് അഥവാ കരൾ വീക്കം എന്നാണ്. സോ നിങ്ങൾ പലരും ഇത് എന്താണെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സോ അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ചെറിയൊരു അറിവ് നിങ്ങൾക്ക് എത്തിച്ചേരാം. ഇതിനെക്കുറിച്ച് ചെറിയൊരു കാര്യമാണ്. സോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ലിവർ സിറോസിസ് അഥവാ കരൾ വീക്കം 2 തരത്തിൽ ഉണ്ടാകാറുണ്ട് മനുഷ്യർക്ക്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആൽക്കഹോളിക് ആൻഡ് സെക്കൻഡ് നോൺ ആൽക്കഹോളിക്. ആൽക്കഹോളിക് എപ്പോഴും നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണെന്ന്. ഒബ്വിയസ്ലി ഒത്തിരി എക്സസ് ആയിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകളിലാണ് ഇത് കണ്ടുവരുന്നത്. ഇനി അങ്ങനെ വരുന്നത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്, നമുക്ക് വേറെ ആരെയും അതിനകത്ത് ഒന്നും പറയാനില്ല. ഇനി രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ആൾക്കാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ഇന്ന കാര്യം കൊണ്ടാണല്ലോ. എന്താണെന്ന് വെച്ചാൽ അത് പല ആൾക്കാരും ആൽക്കഹോൾ തൊട്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർക്ക് വരുമ്പോൾ ലിവർ സിറോസിസ് വരാറുണ്ട്. സോ അതിന് മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ്, കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഹൈ ലെവലിൽ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഇത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൊളസ്ട്രോൾ, ഹൈ കൊളസ്ട്രോൾ, നല്ല ഒബേസിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് വരാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത് ഫാറ്റി ലിവർ, അത് ഇതിലൊരു പ്രധാന ഘടകമാണ്. ഫാറ്റി ലിവറിന്റെ സ്റ്റേജുകൾ കൂടി വരുന്നതനുസരിച്ച് അത് വന്നെത്തുന്നത് ലിവർ സിറോസിസിലാണ്. ഇനി നിങ്ങൾക്കറിയാമോ ഈ ലിവർ സിറോസിസിന്റെ എൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലിവർ ക്യാൻസർ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഘടകങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ലിവർ സിറോസിസിലോട്ട് എത്തുന്നവർക്ക് മഞ്ഞപ്പിത്തം, അതായത് ബിലിറൂബിന്റെ ലെവൽ എപ്പോഴും അവർക്ക് കൂടുതലായിരിക്കും. ഓക്കെ, ഇനിയിപ്പം എങ്ങനെയാണ് നമുക്ക് ഇതുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, പൊതുവെ നമുക്ക് ഇതൊക്കെ ഇച്ചിരി ബിലിറൂബിനൊക്കെ കൂടുതലായിട്ട് വരുന്ന ആൾക്കാരിലായിട്ട്, ഐ മീൻ മഞ്ഞപ്പിത്തം കൂടി വരുന്ന അവസ്ഥയിലും ഇത് സംഭവിക്കുന്ന ഞാൻ പറഞ്ഞ ലിവർ സിറോസിസും വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ പറയാം. നമുക്ക് എപ്പോഴും ശരീരം ഒന്ന് തളർച്ചയായിരിക്കും, വീക്കായിരിക്കും, നമുക്കൊന്നും അങ്ങ് പറ്റുന്നില്ല, ഒന്ന് നേരെ നിൽക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഇതിനെയാണ്. പിന്നെ നമ്മുടെ മസിൽസിനകത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രോട്ടീൻ ഒരുപാട് നഷ്ടപ്പെട്ടു പോകും ഈ സിറോസിസ് വരുമ്പോൾ. ഓക്കെ, അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ മസിൽസിനെയൊക്കെ ഇങ്ങനെ ഓരോ ഷേപ്പിൽ ഇങ്ങനെ നിർത്തുന്നതിന് മെയിൻ ഘടകം പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഈ മസിൽസിനൊക്കെ എന്താ പറ്റും, അതെല്ലാം അതിൻ്റെ ഷേപ്പൊക്കെ അങ്ങ് പോയി ഇങ്ങനെ ഒരുമാതിരി തൂങ്ങി പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ മറ്റു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ലോസ് ഉണ്ടാകും. നമുക്ക് കൂടെ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിന്റെ തൂക്കം കുറഞ്ഞു പോകുന്ന അവസ്ഥ വരും. പിന്നെ വിശപ്പില്ലായ്മ വരും, കൂടെ ഇങ്ങനെ ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി, നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു നോസിയസ് ടെൻഡൻസി വരും. അതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. ഇനി ജോണ്ടിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം, അത് ഇങ്ങനെ കൂടി വരുന്നതിൻ്റെ അവസ്ഥ, അത് ബിലിറൂബിൻ കൂടുന്നതുകൊണ്ടാണല്ലോ നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. അതായത് ലിവർ സിറോസിസിന്റെ ഒരു കൂടി വരുന്ന ഒരു അവസ്ഥയിലാണ് ഇത് അറിയാൻ പറ്റുന്നത്. അതായത് നമ്മുടെ സ്കിന്ന് യെല്ലോ കളറിലോട്ട് വരും, നമ്മുടെ കണ്ണിൻ്റെ ആ വൈറ്റിൽ യെല്ലോ കളർ അറിയാൻ പറ്റും, നമ്മുടെ നെയിൽസിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ഈ ബ്ലഡ് ഇല്ലാത്ത ഭാഗമുണ്ടല്ലോ അവിടെ നല്ല മഞ്ഞയായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂറിന്റെ കളർ വന്നിട്ട് ഓരോ ദിവസവും ഇത് കൂടുന്നതനുസരിച്ച് ഓരോ ദിവസവും യൂറിന്റെ കളറ് സാധാരണ മഞ്ഞയിൽ നിന്ന് ഇച്ചിരിയുടെ ഡാർക്കാവും അങ്ങനെ വന്ന് നല്ല കടും തീമഞ്ഞ കളർ പോലത്തെ അവസ്ഥയിലൊക്കെ വരും. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഈ ലിവറിൽ എങ്ങനെയാണ് ഇത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു അവസ്ഥ നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. സോ നിങ്ങൾ പലരും വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലേ? സോ നിങ്ങൾ പലപ്പോഴും നമ്മുടെ ചിക്കൻ്റെ, ബീഫിൻ്റെ, മട്ടൻ്റെ ഒക്കെ ലിവർ കണ്ടിട്ടെങ്കിലും ഉണ്ടാവുന്നവരായിരിക്കും, കഴിച്ചിട്ടുള്ളവരും കണ്ടിട്ടെങ്കിലും ഉണ്ടാവുന്നവരായിരിക്കും ഉണ്ടാവുമല്ലോ. സോ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ലിവറിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറമേ കാണാൻ നല്ല രസമായിരിക്കുമല്ലോ, നല്ല സ്മൂത്ത്, നല്ല ടൈനി ആയിരിക്കും. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ച് കഴിയുമ്പോൾ അത് നല്ല ഇങ്ങനെ പതാന്നിരിക്കും. പിന്നെ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ റബ്ബർ പോലെ അതിങ്ങനെ ഇങ്ങനെ കീറാൻ നമുക്ക് പറ്റുന്ന ഒരവസ്ഥയല്ല, ഇങ്ങനെ സ്പോഞ്ചി പോലെ തോന്നുമെങ്കിലും. ഓക്കെ, സോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം അതിൻ്റെ ഒരു സ്ട്രക്ചർ മാറി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിവറിന്റെ പുറമെ, ഞാൻ പറഞ്ഞില്ല, പുറമെ വരുന്നിടത്തോട്ട് നൊഡ്യൂൾസ് അഥവാ ചെറിയ കുരുക്കൾ അതിന്റെ പുറമെ രൂപപ്പെട്ടു വരാൻ തുടങ്ങും സ്റ്റേജസ് തുടങ്ങുന്നത്. ഓക്കെ, ഈ നൊഡ്യൂൾസ് നമ്മൾ അപ്പം ഈ ലിവർ സിറോസിസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കിനി ഒന്ന് നോക്കാം. നമ്മുടെ നോർമൽ തൂക്കമുള്ള ഒരാളുടെ ശരീരത്തില് ലിവറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1-1.5 കിലോയോളം വരും. ഓക്കെ, സോ ഈ ഫാറ്റി ലിവർ വരുമ്പോൾ അതിനകത്തൊരു 150 ഗ്രാമും കൂടെ കൂടുവാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം.
ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഒരു ടൈനി ലെയേഴ്സ് ഒക്കെ പറഞ്ഞല്ലോ. ഓക്കെ, ഇനി ഇതിന്റെ പുറമെ നമ്മൾ നോഡ്യൂൾസ് എന്ന് പറയും, അതായത് ചെറിയ ചെറിയ കുരുക്കൾ പോലെ ഇങ്ങനെ ഉണ്ടായി വരും. ഓക്കെ, അതായത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തത്, സാധാരണ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചിക്കൻ ബോക്സ് വന്നു കഴിയുമ്പോൾ അതിന്റെ കുമിളകൾ വന്ന് മറിയുമല്ലോ, നിറച്ച് ചിക്കൻ ബോക്സ് വന്ന് കഴിയുമ്പോൾ ഒരു ഇമാജിൻ ഒന്ന് ചെയ്ത് നോക്കി, ഒന്ന് ചിന്തിച്ച് നോക്കി. അതുപോലെ ഒരവസ്ഥയാണ് ഈ ലിവറിന്റെ പുറമെ ഇങ്ങനെ ഉണ്ടായി വരുന്ന കുരുക്കൾ. ഓക്കെ, ഇങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലിവറിനകത്തുള്ള കോശങ്ങളുണ്ടല്ലോ, അതായത് ആ കോശങ്ങൾക്ക് ഡാമേജ് ആവുന്നുണ്ട്. എന്നിട്ട് ഇതെങ്ങനെയാണെന്ന് പറയാം, ഇത് പരുക്കനാവും. ഞാൻ പറഞ്ഞില്ല ഇത് റബ്ബർ പോലെയാണെന്ന്. നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെച്ച് ആക്കി എടുക്കാൻ പറ്റത്തില്ല, റബ്ബറിന്റെ ഒരു ഇതാണ്. ഓക്കെ, അപ്പൊ അതങ്ങ് മാറി വെച്ചിട്ട് ഇതൊരു ചെറിയ പാറക്കഷ്ണത്തിന്റെ ഒരു പരുവം പോലെ ഇങ്ങനെ റഫായിട്ട് വരും. ഓക്കെ, അങ്ങനെയാണ് ഈ ലിവർ സിറോസിസിനകത്ത് സംഭവിക്കുന്നത്. ലിവർ സിറോസിസിന്റെ എൻഡ് സ്റ്റേജ് ആണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അതായത് ക്യാൻസർ ആണ് അടുത്ത സ്റ്റേജ്. സോ നമ്മൾ ഇതൊക്കെ വരാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മുടെ ആഹാരം നമുക്ക് എത്ര ശ്രദ്ധിക്കാൻ പറ്റുമോ അത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. അതായത് ഇപ്പം സാധാരണ ഫാറ്റി ലിവർ ഉള്ള ഒരാളുടെ അവസ്ഥ പറഞ്ഞു കഴിയുമ്പോൾ ഫാറ്റി ലിവറിൽ നിന്ന് കയറി പോകുന്നതാണ് ലിവർ സിറോസിസിനകത്ത്. ലിവർ സിറോസിസിന്റെ എൻഡ് സ്റ്റേജിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനുമാണ് ക്യാൻസർ ആയി മാറുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഓരോ തലങ്ങൾ പോയി പോകുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ വരാതെ നോക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ സിംറ്റംസ് ഏതെങ്കിലുമൊക്കെ വെച്ച് നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ലാബിൽ ചെന്നിട്ട് എനിക്ക് ആശുപത്രി പോകണമെന്ന് നിർബന്ധമില്ല, എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്റെ ഒരു മനസ്സമാധാനത്തിനെങ്കിലും എനിക്കൊന്ന് കൺഫേം ചെയ്താൽ മതി എന്നുള്ള തോന്നലൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ, നമുക്കിങ്ങനെ ലാബിൽ ചെന്നിട്ട് അവരോട് പറയാം എന്റെ LFT ഒന്ന് ചെക്ക് ചെയ്യാൻ. LFT എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. ഓക്കെ, ലിവറിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ ഒരു LFT ഒന്ന് ചെക്ക് ചെയ്ത് തരണം. ഇനി നിങ്ങൾക്ക് അതിന്റെ വാല്യൂസ് ഒന്നും അറിയത്തില്ല, നിങ്ങൾക്ക് എങ്ങനെ കമ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ അത് നോക്കണ്ടെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലാബിലുള്ളവർക്ക് തന്നെ ചോദിക്കാം എന്റെ റിസൾട്ട് നോർമൽ ആണോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സിനെ ആരെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്കൊന്ന് വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഓക്കെ, അതിന് ആശുപത്രി തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ആശുപത്രി തന്നെ പോയി ഇങ്ങനെ ചെയ്യണമെന്നില്ല. നമുക്ക് സംശയമുള്ളവർക്ക്, ഓക്കെ, സംശയമുള്ളവർക്ക് മാത്രം. ഇനി അതങ്ങനെ നമുക്ക് ഒരു ഉറപ്പാണ് എനിക്ക് ഇന്ന അസുഖം ഉണ്ടെന്ന് ഉറപ്പായ ശേഷം ഉറപ്പായിട്ട് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്, നേരെ ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറിനെ കാണണം, കൺസൾട്ട് ചെയ്യണം, ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്സ് എടുത്തേ ആകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ലിവർ സിറോസിസിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ, വേറെ കണ്ടീഷൻസ് ഒക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ഇടാം, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഫോളോ മൈ ചാനൽ. താങ്ക് യു.